എങ്ങനെയെങ്കിലുമൊക്കെ വേദപുസ്തകം വായിച്ചാലോ എങ്ങനെയെങ്കിലുമൊക്കെ ആരാധിച്ചെന്ന് കരുതിയൊന്നും അനുഗ്രഹം ഉണ്ടായില്ല. ദൈവവചനം രാവിലോട്ട് വായിച്ച് 10 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സ്തോത്രം. എങ്ങനെ വായിക്കണം? വായിക്കേണ്ടതുപോലെ വായിക്കണം. ഈ ദൈവത്തെ സേവിക്കാനായിട്ടൊരു പ്രമാണമുണ്ടെന്നേ. പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സേവിക്കണം. വേദപുസ്തകം മുഴുവൻ നിങ്ങൾ അരച്ചു കലക്കി പഠിച്ചെന്ന് പറഞ്ഞാലും, അതിൽ നിങ്ങൾ എത്ര നൈപുണ്യം നേടി എന്ന് പറഞ്ഞാലും, വിടേണ്ടതിനെ വിടാതെ ദൈവത്തെ സേവിച്ചാൽ നോ ബ്ലെസ്സിങ്സ്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണമെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്ത് നീ ഇരിക്കരുത്. പാപികളുടെ വഴിയിൽ നീ നടക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ ജീവിക്കരുത്. അതിനെ മുഴുവൻ നീ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് ഒരു വിശുദ്ധമായ ഹൃദയത്തോടെ വേദപുസ്തകം വായിക്കണം. അങ്ങനെയുള്ളവനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നേ? ചവിട്ട് വായിച്ചേ. അങ്ങനെയുള്ളവനെ കുറിച്ച് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ തന്നെ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ മറ്റേടത്ത് വായിച്ചത് 112 നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ ദൈവവചനം വായിച്ച നിനക്കും അനുഗ്രഹം, നിന്റെ തലമുറയ്ക്കും അനുഗ്രഹം. ഹല്ലേലൂയ. നിന്നെയും ദൈവം പിടിച്ചു നിർത്തും. മരുഭൂമിയിൽ ആണ് നീ നിൽക്കുന്നെങ്കിലും, എത്ര പ്രതികൂലത്തിന് നടുവിൽ നീ നിന്നാലും ഈ വചനം നിന്നെ എന്താക്കി മാറ്റുമെന്ന്, നീ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നേരിടുന്ന പ്രശ്നങ്ങൾ പലതും നിന്റെ കൂടെയുള്ളവർ നേരിടുമ്പോൾ അവർ വാടിക്കരിഞ്ഞു പോകും, അവർ ക്ഷീണിച്ച് തളർന്നു പോകും, അവർ ബലഹീനരായി പോകും. പലരും കിടക്കേന്ന് എഴുന്നേക്കത്തില്ല, പലരെയും നിരാശ പിടിക്കും, പലരും അവൻ വീട്ടിൽ കിടക്കയിലായി പോകും. എന്നാൽ നീ കിടക്കത്തില്ല. ദൈവം ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ പച്ച പിടിപ്പിക്കും, നിന്നെ വീണ്ടും ഫലം കായ്പിക്കും, നീ പുഷ്ടി വച്ചിരിക്കും. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇന്ന് നീ നേരിടുന്ന നിന്റെ പ്രതിസന്ധി, ഇന്നത്തെ നിന്റെ വെല്ലുവിളി നിന്നെ തകർക്കത്തില്ല. ദൈവവചനത്തിൽ നീ സന്തോഷിക്കുന്നെങ്കിൽ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നെങ്കിൽ, സ്വർഗം നിന്നെ അനുഗ്രഹിക്കും.